ബെഞ്ച് മാർക്ക് സ്റ്റഡിയുടെ പാർട്ടായിട്ട് നടന്നുകൊണ്ടിരുന്ന റൈറ്റിംഗ് വീക്കിന്റെ കണ്ടിന്യൂഷനായിട്ട് നടന്നുകൊണ്ടിരുന്ന ഡിസ്കഷൻസ് ആണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം തന്നെ കഴിഞ്ഞു, മലയാളത്തിൽ കഴിഞ്ഞു. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കൂടുതൽ ഇംഗ്ലീഷാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആർക്കെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പിന്നെ സോൾവ് ചെയ്തോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ മലയാളത്തിൽ പ്ലാൻ ചെയ്തത്. ഓൾറെഡി ഈ എല്ലാ ഡിസ്കഷനും തന്നെയും ഇംഗ്ലീഷിലും ചെയ്തതാണ്. അപ്പോൾ ഒരു ഡബിൾ വർക്ക് പോലെയാണ് നമ്മളത് മലയാളത്തിൽ ചെയ്തത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ഡിസ്കഷൻസ് എപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഒരു പ്രയോജനമാവും. ഓക്കെ, നമുക്ക് അത് അങ്ങനെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും അത് ഓർമ്മ നിൽക്കുള്ളൂ. ഓക്കെ, നമ്മൾ എളുപ്പമെന്ന് കരുതി നമ്മുടെ ആ ഒരു ലാംഗ്വേജിലേക്ക് പോയാൽ നമുക്ക് ചിലർക്കെങ്കിലും അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇനിയുള്ള ഡിസ്കഷൻസ് നമ്മൾ കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ OET റൈറ്റിംഗ് ഡിലാൻ ചാൾസ്. അപ്പോൾ എന്നും തുടങ്ങുന്ന പോലെ തന്നെ നമ്മളുടെ റൈറ്റിങ്ങിന്റെ ടൂൾ ഫോർ ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ് അത് വെച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെ കാരണം എനിക്കറിയാം 1-2 ബിഗിനേഴ്സ് നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഒന്നുകൂടി അത് പറയുന്നുണ്ട്. പർപ്പസ്, നമ്മൾ എപ്പോഴും ലെറ്റർ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ ആ ഒരു മാർക്കിംഗ് സ്കോർ എങ്ങനെയാണെന്ന്, എത്രമാത്രം മാർക്ക് നമുക്ക് ഓരോ കണ്ടന്റിനും കിട്ടണം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും മാത്രമേ നമുക്കത് നല്ലതുപോലെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ സിംപ്ലി എഴുതിയിട്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ കൺസൈസിനോ ക്ലാരിറ്റിക്കോ എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാതെ നമ്മൾ സിംപ്ലി എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ എത്ര മാർക്കാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. അപ്പോൾ നമുക്കത് ഏറ്റവും ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ പർപ്പസിനാണെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ 0 to 3 മാർക്കാണ്. അതുപോലെ തന്നെ കണ്ടന്റിന് നമുക്ക് ബി സ്കോർ കിട്ടണമെങ്കിൽ 0 to 7. എപ്പോഴും നമ്മൾ ഫാദർ പറയുന്ന പോലെ നമ്മൾ എയിം ചെയ്യുക. എയിം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി അതെല്ലാം 0 to 7, ബാക്കിയെല്ലാം 0 to 7 ബിറ്റ്വീൻ ആ മാർക്കായിരിക്കണം. ഓർഗനൈസേഷൻ 5 എങ്കിലും നമുക്ക് വേണം. നമ്മുടെ ആസ് ഐ സെഡ് ദാറ്റ് നമ്മളുടെ ഡിസൈഡ് സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ്, ഇതാണ് നമ്മുടെ ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയ. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ടു ഗെറ്റ് എ ബെറ്റർ സ്കോർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഇന്നത്തെ മലയാളത്തിന്റെ ലാസ്റ്റ് ഡിസ്കഷനാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി ഒരു റൈറ്റിങ്ങിന് ഒരു ഔട്ട്ലൈൻ ഇട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പിന്നെ ഇൻസ്ട്രക്ഷൻസ് കുറച്ചുകൂടെ നമ്മുടെ മനസ്സിലൊന്ന് പിന്നെ പതിഞ്ഞോട്ടെ എന്ന് കരുതി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ റൈറ്റിങ്ങിന് നമുക്ക് ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ റീഡിങ്, അതൊരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് ഇനി ഞാൻ എല്ലാം പറയാൻ പോകുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ റീഡിങ് ടൈം. അപ്പോൾ അവർ നമ്മൾ പേപ്പറോ പെൻസിലോ ഒന്നും കയ്യിലെടുക്കാൻ സമ്മതിക്കില്ല. ഈ 5 മിനിറ്റ്സ് നമ്മൾ ആ കേസ് നോട്ട് വായിച്ച് പഠിക്കേണ്ട ഒരു ടൈമാണ്, വായിച്ച് മനസ്സിലാക്കേണ്ട ടൈമാണ്. ആ ടൈമിൽ അത് നല്ലപോലെ വായിക്കുക. അത് കഴിഞ്ഞുള്ള ഒരു 35 മിനിറ്റ്സ് റൈറ്റിംഗ് ആണ്. 35 മിനിറ്റ്സ് റൈറ്റിംഗ് ഉണ്ടെങ്കിലും നമുക്ക് ഈ 5 മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു 4 മിനിറ്റ്സ് 3 to 4 മിനിറ്റ്സ് എഴുതി പ്ലാൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ഔട്ട്ലൈൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ എന്തായിരിക്കും പർപ്പസിൽ എഴുതുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാരഗ്രാഫുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. കാരണം ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒട്ടും തന്നെ ചിന്തിച്ചത് മായ്ക്കുന്ന കാര്യം എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാമെങ്കിലും അത് നമ്മുടെ പേപ്പറിന്റെ ആ ഒരു ഭംഗിയൊക്കെ പോവും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു നല്ല ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം. അപ്പൊ കുറച്ചുകൂടെ നേരം എടുത്താലും നമ്മൾ അതൊരു പ്ലാൻ ചെയ്യുക. നെക്സ്റ്റ് 5 മിനിറ്റ്സിന് ഒരു കംപ്ലീറ്റ് തറോ പ്ലാനിങ് മനസ്സിലുണ്ടായിട്ട് പിന്നത്തെ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എഴുതിയിടുക. അപ്പോൾ നമ്മൾ ഈ ഇത്രയും പ്ലാൻ ചെയ്തത് കാരണം നമുക്ക് അത് ഷുവറായിട്ടും നമ്മളുടെ പിന്നെ നമ്മൾ ഇനഫായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു ലാസ്റ്റ് 5 മിനിറ്റ്സ് ഒരു പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി വെക്കണം. പ്രൂഫ് റീഡിംഗ് എന്ന് പറയാനുള്ള കാര്യം നമ്മളൊരു എക്സാം അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ഓഫ് കോഴ്സ് ചിലർക്കെങ്കിലും മിസ്റ്റേക്കുകൾ ലൈക്ക് ജെൻഡർ ചേഞ്ച്
അത് അങ്ങനെയൊക്കെ ഉള്ള മിസ്റ്റേക്കുകൾ പ്രൂഫ് റീഡിങ്ങിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കാനും നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ടൈമാണത്. അതിനു വേണ്ടി വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ലെറ്റർ എഴുതാവുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് വരെയും ലെറ്റർ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്. ഓക്കെ, സോ നമ്മുടെ വേർഡ് ലിമിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 180 to 200 വേർഡ്സ് ആണ്. അത് ഭയങ്കര സ്ട്രിക്റ്റ് അല്ല, നമുക്ക് കുറച്ചുകൂടി നമ്മൾ ലെറ്റർ ലെന്തി ആയാലും കുറച്ചുകൂടി എന്ന് വെച്ചാൽ ഒരുപാട് ലെന്തി അല്ല, പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ട്രൈ ടു പ്രാക്ടീസ് ഓൺ ഒഫീഷ്യൽ സാമ്പിൾ റൈറ്റിംഗ് ബുക്ക്ലെറ്റ്. അപ്പം നമ്മൾ അപ്പൊ എപ്പോഴും അത് എല്ലാ ദിവസവും അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾ കൂടുതലും അതിനകത്ത് ചെയ്ത് പഠിക്കൂ. അപ്പോഴത്തേക്ക് നമ്മുടെ എത്രമാത്രം എഴുതുന്ന, എസ്പെഷ്യലി റൈറ്റിംഗ് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വലിയ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിന്റെ സൈസും ഷേപ്പും ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി പഠിക്കാൻ പറ്റും. അപ്പൊ എക്സാമിനർ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ലെറ്റർ പോലെ അവർക്ക് തോന്നും. പിന്നെ അതുപോലെ തന്നെ വേർഡ് കൗണ്ട് നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് വേർഡ് കൗണ്ട് ചെയ്യാനും, അല്ലെങ്കിൽ ഇത്ര ലൈനുകൾ വരുമ്പോഴാണ് ഈ 180 to 200 വേർഡ്സ് നമുക്ക് ഈ പിന്നെ കൗണ്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പം ഇത്ര ലൈൻ എഴുതിയാലാണ് നമുക്കിത് സാധിക്കാന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സാമ്പിൾ പേപ്പർ എടുത്ത് നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒക്കെ എഴുതി നോക്കണം. കഴിവതും അതിനകത്ത് തന്നെ എഴുതൂ. അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും അങ്ങനെ ചെയ്യും. ഓക്കെ, പിന്നെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ include all relevant information, avoid irrelevant information, always leave a line between the paragraph. Each paragraph must have a single theme, and avoid long sentences. Use punctuations appropriately. Make sure you use correct tense, forms and articles. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇതൊന്നുകൂടി ഒന്ന് എടുത്ത് പറയുന്നതേ ഉള്ളൂ. റിലവന്റ് ആൻഡ് ഇറലവന്റ്, സെമി റിലവന്റ് ഡേറ്റാസ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ആൻഡ് ഒരു പാരഗ്രാഫിൽ നിന്ന് മറ്റൊരു പാരഗ്രാഫിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു ലൈൻ വിട്ടിട്ടതിന് ശേഷം പിന്നെ ആ പാരഗ്രാഫിന്റെ ആദ്യം നിന്ന് തന്നെ തുടങ്ങാം, പക്ഷെ ലൈൻ ലീവ് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ തന്നെ ഒരു സിംഗിൾ തീം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ പർപ്പസ് ആയിട്ടും അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇനിഷ്യൽ പാരഗ്രാഫ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ലൈക്ക് ഒരു അഡ്മിഷനിൽ എന്താണ് ഒരു അവിടെ സംഭവിച്ചത്, ലൈക്ക് ഫസ്റ്റ് ഉള്ള ഡേറ്റാസ്, പേഷ്യന്റ് പ്രസന്റഡ് വിത്ത് കംപ്ലൈൻസും അതിനോടനുബന്ധിച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ എഴുതുക. പിന്നെ സോഷ്യൽ ഹിസ്റ്ററി ആണെങ്കിൽ വേറൊരു പാരഗ്രാഫായിട്ട് എഴുതുക. അതല്ലെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് പാരഗ്രാഫ് ആണെങ്കിൽ അത് വേറെ ആയിട്ട് എഴുതുക. അത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ ജംബിൾ ചെയ്ത് നമ്മൾ ഒരു പാരഗ്രാഫിൽ എഴുതാൻ ശ്രമിക്കല്. അതുപോലെ തന്നെ ലോങ് സെന്റൻസ് എപ്പോഴും പിന്നെ കോംപ്ലക്സ് സെന്റൻസുകൾ ഒരുപാട് എഴുതി വെച്ച് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കല്. അതുപോലെ തന്നെ ലോങ് സെന്റൻസുകളും ഇവരെപ്പോഴും സിമ്പിൾ സെന്റൻസിൽ എഴുതാൻ തന്നെയാണ് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് 1-2 കോംപ്ലക്സ് സെന്റൻസുകൾ എഴുതുന്നത് കുറച്ച് കോംപ്ലക്സ് സെന്റൻസുകളാക്കാം, പക്ഷെ എല്ലാം അങ്ങനെ എഴുതി മിസ്റ്റേക്ക് നമ്മൾ ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ പഞ്ച്വേഷൻസ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെക്കുക, എന്തൊക്കെ പഞ്ച്വേഷൻസ് ആണ് നമുക്ക് ഇടാൻ പറ്റുന്നതെന്നും. ആൻഡ് കറക്റ്റ് ടെൻസുകൾ നമുക്ക് ഇപ്പൊ തന്നെ കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തു ടെൻസുകൾ. പിന്നെ ഫാദറിന്റെ മിക്ക വീഡിയോയിലും ഫാദർ ടെൻസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലായി അതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ടെൻസുകളും ആർട്ടിക്കിളുകളും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഫസ്റ്റ് 5 മിനിറ്റ്സ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡ് യുവർ റൈറ്റിംഗ് ടാസ്ക്. അത് നമ്മൾ റൈറ്റിംഗ് ടാസ്കിലേക്ക് വന്ന് റൈറ്റിംഗ് ടാസ്ക് റീഡ് ചെയ്യുക. സെലക്ട് റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സെലക്ട് ചെയ്യുക. അവോയ്ഡ് ഇറിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓർഗനൈസ് യുവർ ലെറ്റർ. അവിടെ നമ്മൾ ലെറ്റർ ഓർഗനൈസ് ചെയ്യാം. ലാസ്റ്റ് 5 മിനിറ്റ്സ് ഫോർ പ്രൂഫ് റീഡിങ് ആകുമ്പോഴത്തേക്ക് ജെൻഡർ ചേഞ്ച്, പഞ്ച്വേഷൻ, സ്പെല്ലിംഗ് എറേഴ്സ്, address line and upper and lower case, illegible words and grammatical errors. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ പ്രൂഫ് റീഡിങ്ങിന്റെ സമയത്ത് നോക്കേണ്ടത്. അതായത് നമ്മൾ മിക്കവാറും ചിലപ്പോൾ ജെൻഡർ ചേഞ്ച് നമ്മൾ പർപ്പസ്ഫുള്ളി എഴുതുന്ന അല്ലെങ്കിലും ചില സമയത്ത് നമുക്ക് അത് ആക്സിഡന്റലി വന്നേക്കും ചിലർക്കെങ്കിലും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അത് പറയുന്നത്. ജെൻഡർ ചേഞ്ച് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഈ സമയത്ത് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. പഞ്ച്വേഷൻ, സ്പെല്ലിംഗ് എറേഴ്സ് ഓക്കെ, അത് നോക്കാം. പിന്നെ അഡ്രസ് ലൈനുകളൊക്കെ കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത് നോക്കുക. അപ്പർ ആൻഡ് ലോവർ കേസ് ആവശ്യമുള്ളിടത്തെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇല്ലെജിബിൾ വേർഡ്സ്, എന്തായാലും ക്ലിയർ അല്ലാത്ത വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് അത് നോക്കാം. ഓക്കെ,
should have only one single theme. നമ്മൾ പാരഗ്രാഫിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, there should be a starting and ending. ഓക്കെ, നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ അതൊരു എപ്പോഴും അതിനൊരു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് നമ്മൾ അതൊരു നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് എഴുതുക. പിന്നെ എപ്പോഴും പേഷ്യന്റ് നെയിം സ്റ്റാർട്ടിൽ ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ പ്രൊനൗണുകൾ, അത് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹി ഷീ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായിരിക്കണം ഫോളോഡ് ബൈ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഇത് ചെയ്യുക, പേഷ്യന്റ് നെയിം പറയാം, പിന്നെ പ്രൊനൗൺ ഉപയോഗിക്കുക, പിന്നെ ഫൈനലി ദർ ഇസ് നോ സ്പെസിഫിക് ടെംപ്ലേറ്റ്. അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കുക, നമ്മൾ ഓരോരുത്തരും എഴുതുന്ന ലെറ്ററിനും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പം സ്പെസിഫിക് ടെംപ്ലേറ്റുകൾ ഇല്ലാത്തത് കാരണം നമ്മൾ പിന്നെ എന്നാലും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് OET 2.0 പറയുന്നുണ്ട്, അതെല്ലാം ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടേതായ രീതിയിൽ എഴുതി പഠിക്കുക, എപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടാക്കുക. ഇപ്പം നമ്മളിപ്പം എല്ലാവരും പറയാണ്ട് ഒരു എക്സാം ഹാളിൽ ഇപ്പം 100 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെ നമ്മുടെ ലെറ്ററിനെ വ്യത്യാസമാക്കുക എന്ന് നോക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ബെറ്റർ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയത്. ഇത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, ഒന്നും കൂടി അതൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ എഗെയിൻ ഇസ്ബാർ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ലെറ്ററിന് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം, ആർക്ക് എഴുതുന്നതിന് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്താണ് ഇസ്ബാർ എന്ന് ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ഇസ്ബാർ എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് ടെംപ്ലേറ്റ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഫാദർ നമ്മൾ ഇസ്ബാറിന്റെ മെത്തേഡിലൂടെ നമ്മളെ അത് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു റൈറ്റിംഗ്. അപ്പം ഇസ്ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് I stands for introduce an identity, S stands for situation, B background, A assessment, R request. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പേഷ്യന്റ് ഡീറ്റെയിൽസ്, നെയിം, ഏജ്, അഡ്രസ്, ഇതെല്ലാം ആണ് നമ്മൾ ഫസ്റ്റ് ഐയിൽ ഇത് ചെയ്യുക. സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, ലൈഫ് സ്റ്റൈൽ അത് ഇൻക്ലൂഡ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് റെക്കോർഡ്, അസസ്മെന്റ്, അബ്രിവേഷൻ ആൻഡ് അസസ്മെന്റ്, ആൻഡ് ദെൻ റിക്വസ്റ്റിൽ ആ കാര്യങ്ങളെല്ലാം അതിൻ്റെതായ ഒരു നമ്മൾ ഭംഗിയായി അറേഞ്ച് ചെയ്യുക. റിക്വസ്റ്റ് അവർ എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു 3, 4, 5 കാര്യങ്ങൾ അവർ പറഞ്ഞാണ്. അപ്പം നമുക്ക് അതിനെ നേരത്തെ ഏതെങ്കിലും ഒരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കണക്ട് ചെയ്യുക, നമ്മുടെ ലെറ്റർ ലെന്തി ആയി പോകും തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, പിന്നെ 7 കമ്പോണൻസ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഡേറ്റ്, അഡ്രസ്, സല്യൂട്ടേഷൻ, റെഫറൻസ്, then introduction, main important information, secondary information, family history, conclusion, yours sincerely or faithfully, and then നമ്മുടെ ഡെസിഗ്നേഷൻ. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് 7 കമ്പോണൻസ്. അപ്പൊ അതാരും ഇനി മറക്കല്, നമ്മൾ ഇനഫ് ആയിട്ട് ലെറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഇതിനകത്തൊന്നും നമുക്ക് മാർക്ക് പോവല്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മറന്നു പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇടാൻ മറന്നു പോകുമ്പോഴാണ് നമ്മളുടെ ലെറ്ററിന്റെ മാർക്ക് സിയിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ C+ലേക്ക് വരാൻ ഇപ്പം നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഏകദേശം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു C+ ഒക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ലെറ്ററിനെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും നിങ്ങൾ ഏറ്റവും നല്ല മാർക്ക് തന്നെ കിട്ടാൻ നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഷുവറായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കോർ കിട്ടും. ഓക്കെ, പിന്നെ റൈറ്റിംഗ് മെത്തേഡ് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അത് ഒന്നും കൂടി നമുക്കൊന്ന് ഫെമിലിയാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ റൈറ്റിംഗ് ടാസ്ക് കിട്ടുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് എത്ര കാര്യങ്ങൾ നോക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ചോദിക്കേണ്ടത് നമ്മളോട് തന്നെ ചോദിക്കുക, ഈ പേഷ്യന്റ് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ. നമ്മൾ ഈ ലെറ്റർ അയക്കുന്ന ആള് നമ്മുടെ റെസിപ്പിയന്റിന് ഈ പേഷ്യന്റിനെ അറിയാവുന്ന പേഷ്യന്റ് ആണോ, അറിയാവുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്, അറിയേണ്ടാത്ത പേഷ്യന്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതെല്ലാം നമ്മൾ കഴിഞ്ഞ നോൺ കേസ് അൺനോൺ കേസ് ആയിട്ടുള്ള ലെറ്ററുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക, അപ്പൊ നമുക്ക് അതിനൊരു ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ ഇനി ഞാനാണ് ഒരു റെസിപ്പിയന്റ് എങ്കിൽ, ഈ ഞാൻ എന്ന് പറയുന്ന ഒരു നഴ്സുമാർക്ക് നമ്മൾ എഴുതാനുണ്ടല്ലോ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിന് വേണ്ടി, അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് ഈ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടിയാലാണ് ഈ പേഷ്യന്റിനെ എനിക്ക് പിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ഒരു ബെറ്റർ കെയർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫെസിലിറ്റി എന്നുള്ള ഒരു ബെറ്റർ കെയർ ഈ പേഷ്യന് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വ്യൂവിൽ ഇതിനെ ലെറ്ററിനെ കാണുക. ഓരോ ക്വസ്റ്റ്യനും അങ്ങനെ ചോദിക്കുക, ഓരോ പോയിന്റ് എടുക്കുമ്പോഴും ചോദിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ പോയിന്റ് ഇവിടെ ആഡ് ചെയ്യേണ്ട പോയിന്റ് ആണോ അല്ലയോ എന്ന്. പിന്നെ അതുപോലെ തന്നെ റിലവന്റ്, സെമി റിലവന്റ്, ഇറലവന്റ് കേസുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക.
ഇൻട്രൊഡക്ഷൻ, മെയിൻ മെഡിക്കൽ ഇഷ്യൂസ്, സെക്കൻഡറി ഇഷ്യൂസ്, റിക്വസ്റ്റ്, ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ നല്ല പോലെ പറഞ്ഞതാണ്. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ എഴുതുമെന്നും പിന്നെ പർപ്പസും ഡയഗ്നോസിസും ആണ് എഴുതുന്നതെന്നും മെയിൻ മെഡിക്കൽ ഇഷ്യൂസിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്നും സെക്കൻഡറിയിൽ വരുന്നത് എന്താണെന്നും റിക്വസ്റ്റ് പാരഗ്രാഫിൽ എന്താണെന്നും ഇനി നമ്മൾ ഈ ലെറ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നതായിരിക്കും. പിന്നെ സ്റ്റെപ്പ് 4, ടേണിംഗ് സിംഗിൾ കേസ് നൗൺ ഇൻടു എ ഗ്രാമാറ്റിക്കൽ സെന്റൻസ്. അപ്പോൾ ഇവിടെയാണ് ചിലർക്കെങ്കിലും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പിന്നെ കുറേ സെന്റൻസുകളൊക്കെ അച്ഛൻ്റെ കേസ് നോട്ടിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് മീൻ വീഡിയോയിൽ. അപ്പം അത് നിങ്ങൾ പോയി കാണുക. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയേണ്ടുള്ളത്. ദിസ് ബാർ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഡിലാൻ ചാൾസിന്റെ കേസ് നോട്ടിലേക്ക് പോവുകയാണ്. കേസ് നോട്ട് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും പറയാനുള്ളത് പോലെ റൈറ്റിംഗ് ടാസ്കിലേക്ക് പോവുക. റൈറ്റിംഗ് ടാസ്ക് നിങ്ങൾ ഇത് ഓൾറെഡി നമ്മുടെ ടീനെ എക്സ്പ്ലെയിൻ ചെയ്ത കേസാണിത്. അത് ആദ്യത്തെ ഒരു ഡിസ്കഷൻ ആയിരുന്നു. എന്നാലും ആരും മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയും കണ്ടു കാണുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് വായിക്കില്ല. കുറച്ച് ഞാൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞു പോവാം. കാരണം ടീനയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ടീന വളരെ ഭംഗിയായിട്ട് അതിനെ ഓരോ സെന്റൻസും എടുത്ത് ഓരോ വേർഡും എടുത്ത് അത് റിലവൻ്റ് ആണോ ഇറിലവൻ്റ് ആണോ എന്ന് നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇനിയും ആരെങ്കിലും ആ ടീനയുടെ വീഡിയോ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതും പോയി കാണുക. ഓക്കെ, അപ്പോൾ ടീന അതിനകത്ത് എങ്ങനെയാണ് കേസ് നോട്ടിന് ഇറിലവൻ്റ് നമ്മുടെ ഇൻഫർമേഷനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവും. അപ്പോൾ റൈറ്റിംഗ് ടാസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, please write a referral letter to the lactation consultant at the breastfeeding support center, 68 Main Street, Fromaville. In your letter, expand the relevant case note into complete sentences. Do not use, okay, not form. Okay, അതവിടെ വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പം ഫസ്റ്റ് റൈറ്റിംഗ് ടാസ്ക് മാത്രം വായിക്കുക. ലെറ്റർ ടു ദ, ഇപ്പോൾ നമ്മൾ എഴുതുന്നത് ലാക്ടേഷൻ കൺസൾട്ടന്റിന് വേണ്ടിയാണ്. അറ്റ് ദ ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് സെന്ററിൽ അഡ്രസ് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ പേജ് ടേൺ ചെയ്തിട്ട്, ഓക്കെ, നിങ്ങളുടെ കേസ് നോട്ട് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അതിനകത്തേക്ക് നോക്കുക കേട്ടോ. ഇത് അത്ര റീഡബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, യു ആർ എ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നഴ്സ് വർക്കിംഗ് അറ്റ് ദ റോമാവില്ലി കമ്മ്യൂണിറ്റി ചൈൽഡ് ഹെൽത്ത് സർവീസസ്. ടുഡേസ് ഡേറ്റ് 15 January 2012. Patient history: baby boy Dylan Charles. Date of birth 4/12/2011. Born Fromaville Maternal Hospital. First baby of Raymond and Sylvia Charles. And address 19 Mayfield Street and Fromaville. Discharged 8/12/2011. Family history: mother and father. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. മദറിന്റെയും ഫാദറിന്റെയും ഫാമിലി ഹിസ്റ്ററി. അത് അത്ര റിലവൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ അടുത്തത് ബർത്ത് ഹിസ്റ്ററി: നോർമൽ വജൈനൽ ബർത്ത് അറ്റ് ടേം, ബർത്ത് വെയ്റ്റ് 3400 gram, അബ്ഗാർ സ്കോർ 5 minutes in 9, ആൻഡ് നോ ആന്റിനേറ്റൽ ഓർ പോസ്റ്റ്നേറ്റൽ കോംപ്ലിക്കേഷൻസ്. ഇനി അടുത്തത് സബ്ജക്റ്റീവ് ഡേറ്റ 15/11/2012. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡേറ്റ്. എന്നാണ് അവർ ടുഡേസ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Sylvia and baby attended for routine 6-week checkup. Sylvia says she is concerned about constipation once every 3 days and hard stool. Mother is asking about stool softener or prune juice for the baby. Breastfed for first 3 weeks after birth. Baby became unsettled during summer, 4th wave in December. Sylvia got sick and had a fever for few days. Mother-in-law, Mary Charles, came to visit and advised changing baby to formula feed. Mary advised extra powder in formula feeds to improve weight gain. Sylvia worried she does not have enough breast milk and now gives extra formula feeds as well as breastfeeding. Dylan difficult to feed. Sylvia wishes to breastfeed properly as she believes it will be the best thing for her son. Mary Charles planned to stay with the family for at least a further month to help the baby. Tension developing between mother and mother-in-law over what is best feeding method for Dylan. Okay, objectives: reflects normal, slightly lethargic,
No abdominal tenderness, heart rate 174, respiration 56, temperature 37.1, weight 4,200 gram, and 3 weight nappies in last 24 hours, and urine dark. An assessment: mild constipation and dehydration, and plan is to increase the breastfeed. Refer to breastfeeding support service. Check formula is correctly prepared. If continuing formula feeds, advise to support with water, boil and cold. Advice on keeping baby cool in hot weather, and return for review in 48 hours. So this is our plan. അപ്പോൾ ഇത് ഒരു മദറിന്റെയും ബേബിയുടെയും കൂടിയുള്ള കേസ് നോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഡേറ്റിലും അഡ്രസ്സിലും എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ഡേറ്റ് എഴുതുന്ന ഫോമുല തന്നെ കണ്ടിന്യൂ, ആ ഡേറ്റ് തന്നെ അതേപോലെ തന്നെ ആ ഫോമാറ്റ് തന്നെ ത്രൂ ഔട്ട് ദ ലെറ്റർ ഫോളോ ചെയ്യൂ. അത് കഴിഞ്ഞ് സൈഡിൽ ഡോട്ട് ഒന്നും എഴുതല്ല കേട്ടോ, ഞാനത് പവർ പോയിന്റ് ആക്കിയപ്പോൾ കട്ട് ആൻഡ് കോപ്പി ചെയ്തപ്പോൾ വന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അഡ്രസ്, അത് കഴിഞ്ഞ് നമ്മുടെ salutation, dear lactation consultant, and then referring RE Dylan Charles, date of birth 4 December 2011. ഓക്കെ, അത്ര ഇൻഫോർമേഷൻ നമ്മൾ എപ്പോഴും പറയാനുള്ളത് പോലെ ഡേറ്റും അഡ്രസ്സും സല്യൂട്ടേഷനും റെഫറൻസ് ഡേറ്റ് ഓഫ് ബർത്തും ഇത്ര കാര്യങ്ങൾ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ലെറ്ററിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് ഇതിനകത്ത് റിലവൻ്റ് ആൻഡ് ഇറലവൻ്റ് സെമി റിലവൻ്റ് കേസുകൾ കാണാം. നിങ്ങൾ ബുക്കിലേക്ക് നോക്കൂ. നമ്മുടെ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ യു ആർ എ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നഴ്സ്, അതൊരു റിലവൻ്റ് ഡേറ്റയാണ്. നമ്മൾ ആരാണ് നമ്മൾ അവിടെ അറിയണം. ഓക്കെ, പിന്നെ നമ്മൾ എവിടെയാണ് എഴുതുന്നത്, നമ്മൾ ആരാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതെപ്പോഴും ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റയാണ്. ഓക്കെ, പിന്നെ ടുഡേസ് ഡേറ്റ്, ഓക്കെ, അത് ഓഫ് കോഴ്സ് റിലവൻ്റ് ഡേറ്റയാണ്. പിന്നെ അടുത്തത് ബേബിയുടെ പേര് റിലവൻ്റ് ആണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അത് റിലവൻ്റ് ആണ്. പിന്നെയുള്ള നമ്മൾ ആ അഡ്രസ് ഒന്നും എവിടെ ബോൺ ആയെന്നോ അതൊന്നും ആവശ്യമില്ല, അത് ഇറലവൻ്റ് ഡേറ്റയാണ്. ഫസ്റ്റ് ബേബി ഓഫ് റൈമൻ ആൻഡ് സിൽവി അത് ഇറലവൻ്റ് ആണ്. ഡിസ്ചാർജ് ഡേറ്റും അവിടെ റിലവൻ്റ് ആണ്. പിന്നെ മദറിന്റെ ഫാദറിന്റെയും ഡീറ്റെയിൽസ്, ഫാമിലി ഹിസ്റ്ററി നമുക്ക് ഈ കേസിൽ അത്ര ആവശ്യമില്ല, ഇറലവൻ്റ് കേസാണത്, കേസ് നോട്ടാണ്. ഓക്കെ, പിന്നെ ബർത്ത് ഹിസ്റ്ററി നമുക്ക് ബർത്ത് ഹിസ്റ്ററി അറിയണം. ഈ ബേബി എങ്ങനെ ബോൺ ആയിരുന്നു, അത് പിന്നെ എന്തൊക്കെയായിരുന്നു ബേബിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. കാരണം ബേബി ഒരു 6 വീക്ക് ആയതുകൊണ്ട് നമുക്കവിടെ എത്ര പ്രശ്നങ്ങൾ നമുക്ക് ആവശ്യമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ അവര് പറയുന്നുണ്ട് ഒന്നും ഇല്ലാന്ന് പറയുന്നത് കൊണ്ട് അത് ഇറലവൻ്റ് ആണ്. അതല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അതവിടെ എഴുതായിരുന്നു. ഇപ്പൊ നോ ആന്റിനേറ്റൽ പോസ്റ്റ്നേറ്റൽ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നിടത്ത് അതവിടെ ടോട്ടലി ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അബ്ഗാർ ആണെങ്കിലും പിന്നെ 5 minutes 9. ഓക്കെ, അതും ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതും അവിടെ ആവശ്യമില്ല. ഓക്കെ, അത് കാരണം അതെല്ലാം റിക്കവർ ചെയ്തു, ബേബി ഓൾറെഡി പിന്നെ 6 വീക്ക് ക്രോസ് ആയ ബേബിയാണ്. അപ്പം നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ പിന്നെ താഴെ സബ്ജക്റ്റീവ് ഡേറ്റയിലേക്ക് പോകുമ്പോഴത്തേക്ക് സിൽവിയ ആൻഡ് ബേബി അറ്റൻഡഡ് ഫോർ റൊട്ടീൻ ചെക്കപ്പ്, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അവർ വന്ന കാര്യമാണ് അവർ പറയുന്നത്, റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയാണ് വന്നത്. കാരണം മദർ പറയാണ് 3 days ആയിട്ട് അവർക്ക് പിന്നെ ബേബിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു കോൺസ്റ്റിപ്പേഷൻ ഡേറ്റ നമുക്ക് പറയണം, കാരണം ബേബി അൺകംഫർട്ടബിൾ ആണെന്ന് പറയുന്നു. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കും പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല, ബേബി കോൺസ്റ്റിപ്പേറ്റഡ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ലീഡ് ടു ഫർദർ കോംപ്ലിക്കേഷൻ. അപ്പം ആ ഒരു ഡേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് ഒരു 3 days ഒക്കെ സംടൈംസ് ചില ന്യൂ ബോൺ ബേബീസ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ ബേബിക്ക് ബ്രസ്റ്റ് മിൽക്കും പ്രോപ്പർ അല്ല, ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ടിന് വേണ്ടിയാണ് അവർ റെഫർ ചെയ്യുന്നത്. ബ്രസ്റ്റ് മിൽക്ക് പ്രോപ്പർ അല്ല, ടെക്നിക്ക് പ്രോപ്പർ അല്ല, പിന്നെ ഇവർ അഡീഷണൽ മിൽക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കേസിൽ ബേബി ഓൾറെഡി അൺകംഫർട്ടബിൾ ആണ്, ലെതാർജിക് ആണ്. ഇങ്ങനെയുള്ള കേസിൽ ഈ കോൺസ്റ്റിപ്പേഷൻ മേ ലീഡ് ടു സം അതർ പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ ആ കേസ് അവിടുന്ന് ആ ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്രസ്റ്റ് ഫീഡ് ഫോർ ഫസ്റ്റ് 3 weeks അത് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് പറയണം ഇത്രയും നാളായിട്ട് നല്ലപോലെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മദറാണ്, അല്ലാതെ ഫ്രം ദ ബിഗിനിങ് അവർ ഫോർമുല ഫീഡിലേക്ക് പോയ ഒരു മദർ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ബാക്കിയുള്ളത് ബേബി ബിക്കം അൺസെറ്റിൽഡ് ഇൻ സമ്മർ മന്ത്സ്, അത് എടുത്തിട്ടുണ്ട്, റിലവൻ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് മദറും മദർ ഇൻ ലോയും തമ്മിലുള്ള ഒരു ക്ലാഷിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ഫോർമുല ഫീഡ് കുഞ്ഞിന് കൊടുത്ത കാര്യമൊക്കെ അവിടെ പറയണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ലാക്ടേഷൻ കൺസൾട്ടന്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ അവർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഇവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പർപ്പസിൽ ഇവര് പറയുന്നത്. ലാക്ടേഷൻ കൺസൾട്ടന്റിലേക്ക് വിടുമ്പോൾ നമുക്ക് അറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ലാക്ടേഷൻ കൺസൾട്ടന്റിന് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും അമ്മയ്ക്കും അതിന് കൂടുതലുള്ള ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ പ്ലാനിലാണെങ്കിലും അവർ എടുത്തു പറയുന്നുണ്ട് ഈ ഫോർമുല ഫീഡിന്റെ കാര്യം. അപ്പോൾ അതും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ വരുന്നത് സിൽവിയ worried that she does not have enough breast milk and now she give extra formula feed. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സിൽവിയ വിഷസ് ടു കണ്ടിന്യൂ ബ്രസ്റ്റ് മിൽക്ക്, അതും ഞാൻ റിലവൻ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇവിടെ ഒരു അമ്മയുടെ ഒരു മെന്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബ്രസ്റ്റ് ഫീഡിങ്, എസ്പെഷ്യലി ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് ഇവിടെ മദർ ആണ് ടോട്ടലി റെഫ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് വേറൊരു രീതിയിലേക്ക് ഇത് പോകും. അപ്പം ഒരു ബേബിയെ കെയർ ചെയ്യാൻ ഒരു അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആ ലാക്ടേഷൻ കൺസൾട്ടന്റിനോട് പറയാണ് ഐ ആം വില്ലിങ് ടു ഡു, എനിക്ക് റെഡിയാണ് ഇത് ചെയ്യാൻ, ഞാൻ റെഡിയാണ്, എനിക്ക് ഫീഡ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ ഇങ്ങനെ മദറിൽ എന്നെ കമ്പൽ ചെയ്യുന്നു, പിന്നെ എൻ്റെ സിറ്റുവേഷൻസ് ഇതാണ്, അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ലാക്ടേഷൻ കൺസൾട്ടന്റിന് ഷുവർ ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ല മദറിനെയാണ് എനിക്കിഷ്ടമില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ ഫീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലാക്ടേഷൻ കൺസൾട്ടന്റ് അത് വേറെ രീതിയിലേക്കാണ് ആ ഒരു കേസിനെ നോക്കേണ്ടത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നോക്കണം. മദർ ഈസ് വില്ലിങ്, ഇവിടെ മദറിനെയാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്, വേറെ രീതിയിൽ ഫോർമുല ഫീഡ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറയണം അവരോട്. അവർ പറഞ്ഞെങ്കിൽ മാത്രമേ ലാക്ടേഷൻ കൺസൾട്ടന്റിന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടി മദറിനെയും മദറിലെയും കുഞ്ഞിനെയും പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് അത് പറയുന്നുണ്ട് മേരി ചോൾസ് അവരോട് എത്ര നാള് ലീവ് ചെയ്യാൻ പോകുന്നു വിത്ത് എ ഫാമിലി ഫോർ അറ്റ്ലീസ്റ്റ് ഫർദർ മന്ത്സ്, അത് നമുക്ക് ഇറലവൻ്റ് ആണ്, അവിടെ ആവശ്യമില്ല. എത്ര നാൾ നിന്നാലും അത് ലാക്ടേഷൻ കൺസൾട്ടന്റിന് ഒരു ഇൻഫർമേഷൻ അല്ല അത്. ഓക്കെ, ടെൻഷൻ ഡെവലപ്പിംഗ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം, അതും ലാക്ടേഷൻ കൺസൾട്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, അതവിടെ ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. പിന്നെ നമ്മുടെ റിഫ്ലക്സ് ഒബ്ജക്റ്റീവ് ഡേറ്റാസിലോട്ട് പോകുമ്പോൾ റിഫ്ലക്സ് നോർമൽ ആണ്, അപ്പൊ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ സ്ലൈറ്റ്ലി ലെഥാർജിക്, അത് നമുക്ക് എഴുതാം. നോ അബ്ഡോമിനൽ ടെൻഡർനെസ്, ഒന്നും ഇല്ലാത്തത്, നോ ഉള്ള കാര്യങ്ങൾ നോ ആണെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ നമ്മുടെ കേസ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേ വേണ്ട, അതെല്ലാം റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹാർട്ട് റേറ്റ് 174, അത് കുറച്ച് ടെക്കിക്കാർഡിക്കാണ് അല്ലേ. 174 എന്ന് പറയുമ്പോൾ ഒരു അപ് ടു 160 ഒക്കെ ഓക്കെ. 174 എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ഇതായിട്ടുണ്ട് അത്, അപ്പൊ നമ്മൾ അത് എഴുതണം. റെസ്പിറേഷൻ 56 ഇപ്പോൾ നോർമൽ പറയുകയാണെങ്കിൽ അപ് ടു 60 വരെയൊക്കെ ന്യൂ ബോൺസിന് ഓക്കെ ആണ്, അപ്പൊ അത് നോർമൽ ആണ്. ടെമ്പറേച്ചർ നോർമൽ ആണ്. വെയിറ്റ് ഒക്കെ ഗുഡ് ആണ്. 3 weight nappies in the last 24 hours, അത് കുറവാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് 3 weight nappies കുറവാണ്, അപ്പം നമ്മളത് അവിടെ എഴുതണം. അതുപോലെ തന്നെ അതിപ്പം നമുക്കറിയില്ല 3 weight nappies ആണോ അത് കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, യൂറിൻ ഈസ് ഡാർക്ക്. അത് ഓഫ് കോഴ്സ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ്, ബേബിക്ക് ഇനഫ് ആയിട്ട് യൂറിൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതറിയാം അതൊരു റിലവന്റ് ഡേറ്റ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ മൈൽഡ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻ, അതാണ് അസസ്മെന്റിൽ നിന്ന് കണ്ടത്, മൈൽഡ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻ. ഇനി പ്ലാൻ ഇൻക്രീസ് ബ്രസ്റ്റ് ഫീഡ് ആൻഡ് റെഫർ ടു ബ്രസ്റ്റ് ഫീഡിംഗ് സപ്പോർട്ട് സർവീസ്. ചെക്ക് ഫോർമുല ഈസ് കറക്റ്റ്ലി പ്രിപ്പയർഡ്. If continuing formula feed, advice to supplement with water, boiled and cooled. Advice on keeping baby cool in hot weather and return for review in 48 hours. അത്രയും കാര്യങ്ങളാണ് പ്ലാനിൽ ലാക്ടേഷൻ കൺസൾട്ടന്റിനോട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഇനി എഴുതിയിരിക്കുന്ന ലെറ്ററിലൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ എഴുതിയെന്ന് വെച്ചാൽ ഐ ആം റൈറ്റിംഗ് ടു റെഫർ ബേബി ഡയലാൻ ചാൾസ് ആൻഡ് ഹിസ് മദർ മിസ് സിൽവിയ who require your assistance and guidance for proper breastfeeding technique. Baby exhibits symptoms of mild constipation and dehydration. ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പർപ്പസിൽ ഇവർ പറയുന്നുണ്ട്
ലാക്ടേഷൻ കൺസൾട്ടന്റിന് അടുത്തേക്കാണ് വിടുന്നത്. ഓക്കെ, ദോ നമ്മുടെ പേഷ്യന്റ് ഹിസ്റ്ററിയിൽ പേഷ്യന്റ് മാത്രം ഡയലാൻഡ് ഹിസ്റ്ററി മാത്രമാണ് തന്നിരിക്കുന്നത്. സി, മുകളിലോട്ട് വരുമ്പോൾ പേഷ്യന്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പേഷ്യന്റ് ഡയലാൻ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ലാക്ടേഷൻ കൺസൾട്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മദറിനാണ് ഇമ്പോർട്ടൻറ്റ് റോള് ദാൻ ദ ബേബീസ്. ഓക്കെ, അപ്പം ആ രണ്ടുപേരെയും കൂടിയാണ് ഇവിടെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബേബിയെ മാത്രം റെഫർ ചെയ്ത് വിട്ടിട്ട് കാര്യമില്ലല്ലോ. ബേബിയുടെ കൂടെ ഓഫ് കോഴ്സ് ലാക്ടേഷൻ കൺസൾട്ടന്റിന് ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക് പറയണമെങ്കിൽ മദർ പോകണം. മദറിനാണ് അവിടെ ഒരു റോൾ ഉള്ളത്. അപ്പൊ മദർ പോയെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഐ ആം റൈറ്റിംഗ് ടു റെഫർ ബേബി ഡയലാൻ ചാൾസ് ആൻഡ് ഹിസ് മദർ മിസ് സിൽവിയ. ദെൻ ഹു റിക്വയർ. ഇപ്പൊ നമ്മൾ ഒരാളാണെങ്കിൽ ഹു റിക്വയേഴ്സ് എന്ന് എഴുതിയാണ്. ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് ഹു റിക്വയർ യുവർ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ്. എന്തിനു വേണ്ടിയാണ്? പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ടെക്നിക്സ്. അതിനു വേണ്ടിയാണ് നമ്മൾ വിടുന്നത്. ഓൾവേസ് നമ്മൾ പർപ്പസ് പ്രോമിനന്റ് ആയിട്ട് എഴുതുന്നത് കൊണ്ടാണ് ഞാൻ അത് അവിടെ ആദ്യം എഴുതിയത്. അപ്പൊ പിന്നീട് ആർക്കും കൺഫ്യൂഷൻ വേണ്ട. അവസാനം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കേണ്ട എന്താണ് അത് അങ്ങനെ എഴുതിയെന്ന്. പർപ്പസിന് OET 2.0 അനുസരിച്ച് പർപ്പസിന് പ്രോമിനന്റ് കൊടുക്കാൻ പറയുന്നത് കൊണ്ട് അത് പർപ്പസ് ആദ്യം എഴുതി. പിന്നെ എന്താണ് നമ്മുടെ അവിടെ അസസ്മെന്റിൽ കണ്ടത്? ബേബി എക്സിബിറ്റ് എന്ന് വെച്ചാൽ ഷോസ്. ഓക്കെ, സിംറ്റംസ് ഓഫ് മൈൽഡ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻ. അപ്പം ഇതാണ് ഞാൻ അത് ഫസ്റ്റ് നമ്മുടെ ഇൻട്രോ പാര ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഡയലൻ വാസ് born through normal vaginal delivery with a birth weight of 3,400 gram. Baby was breastfed exclusively for the first 3 weeks, which was switched to bottle feed when Sylvia became sick. In addition, an extra scoop of powder was added to the milk in order to increase the baby's weight as per the mother-in-law's demand. However, Sylvia thinks that breastfeeding is the best milk for the baby. ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ബേബി ബോൺ ആയ കാര്യവും ബേബിക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്ന കാര്യം. കാരണം ചില ബേബീസ് വെയിറ്റ് അവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഫീഡിങ്ങും വെയിറ്റുമായിട്ട് വളരെയധികം റിലേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതാണ് നമ്മൾ അവിടെ അങ്ങനെ എടുത്ത് പറയാനുള്ള കാര്യം. പിന്നെ അവരൊരു നല്ല ഒരു രീതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ തുടങ്ങി നല്ല രീതിയിൽ പോവുകയായിരുന്നു. ഒരു 3 ആഴ്ചയപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറി പറയുക. അവർ വീട്ടിൽ എന്താണ് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് ലാക്ടേഷൻ കൺസൾട്ടന്റിനോട് പറഞ്ഞു കൊടുക്കുക. ആ ഒരു പിന്നെ ഇൻഫർമേഷൻ ഒന്നും അവിടെ ഇവിടെ ചെതറിപ്പോവാതെ നമ്മൾ പറയുക ഒരു സ്റ്റോറി ആയിട്ട്. ബേബി വാസ് നല്ലപോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മദർ സിക്കായപ്പോഴത്തേക്ക് നമ്മൾ അതിനെ ബോട്ടിൽ ഫീഡിലേക്ക് മാറ്റി. ബേബിയെ ബോട്ടിൽ ഫീഡിലേക്ക് സ്കൂപ്പ് ഓഫ് പൗഡറും അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലാക്ടേഷൻ കൺസൾട്ടന്റ് ആയതുകൊണ്ട് അവരാണ് ഇത് ഗൈഡ് ചെയ്യുന്നത് മദറിന്റെ ഒരു ഡിസിഷൻ അനുസരിച്ച്. മദർ പറയാണ് ഞാൻ റെഡിയാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, എനിക്ക് അറിയാം ബ്രസ്റ്റ് ഫീഡിങ് ഇസ് ദ ബെസ്റ്റ് മിൽക്ക് ഫോർ ദ ബേബി ആണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നിരുന്നാലും മദറിലയുടെ കമ്പൽഷൻ കാരണം ഞാൻ ഇത് ഇങ്ങനെ ചെയ്തു പോവുകയാണ് എന്ന് നമ്മൾ ലാക്ടേഷൻ കൺസൾട്ടന്റിനോട് പറയണം. അത് അവരുടെ വീട്ടിൽ നടന്ന ഒരു കാര്യം നമ്മൾ ഒരു സ്റ്റോറി പോലെ അവിടെ എഴുതിയൊക്കെയാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയാം ഇന്ന് എന്താ സംഭവിച്ചത്. ടുഡേ, ആ ദിവസം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സിൽവിയ പ്രസന്റഡ് ടു ദ ക്ലിനിക് വിത്ത് ദ ബേബി ഫോർ ദ റുട്ടീൻ 6 week ചെക്കപ്പ്. അവരിന്ന് അത് കഴിഞ്ഞ് റുട്ടീൻ 6 week ചെക്കപ്പിന് വന്നതാണ്. അപ്പൊ നമ്മൾ ഓൺ അസസ്മെന്റ് എന്ത് ചെയ്തു? ബേബി ലെഥാർജിക് ആണെന്ന് കണ്ടു, ഇൻക്രീസ് ഹാർട്ട് റേറ്റ് ആണെന്ന് കണ്ടു, യൂറിൻ ഡാർക്ക് ഇൻ കളർ ആണെന്ന് കണ്ടു. ഈ 3 മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദിസ് അതുപോലെ തന്നെ നമ്മൾ 1-2 കൂടെ കാര്യങ്ങൾ കണ്ടു. എന്താണ്? ബേബി ഹാഡ് ഓൺലി 3 wet diapers ഡ്യൂറിങ് ദ ലാസ്റ്റ് 24 hours. അത് കണ്ടു. അതുപോലെ തന്നെ ഹാസ് കോൺസ്റ്റിപ്പേഷൻ. ഇത്രയും കാര്യങ്ങൾ കണ്ടു. നമ്മളിവിടെ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒരു അപ്പാർട്ട് ഫ്രം ദിസ് പറഞ്ഞു നമ്മൾ ഡിവൈഡ് ചെയ്തു. എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി. കാരണം ബേബി ആയതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരവിടെ ആ റിഫ്ലെക്സ് ഇത് ഒബ്ജക്റ്റീവിൽ കുറെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇറലവന്റ് ആയിട്ട് റിഫ്ലെക്സ് നോർമലാന്ന് പറഞ്ഞു. നമ്മൾ എഴുതിയില്ല. ടെൻഡർനെസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതിയില്ല. ബാക്കി നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതിയില്ല. അല്ലാതുള്ള അവരെന്താണ് അബ്നോർമൽ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഇത് പറഞ്ഞു. ആയതിനാൽ therefore mother demands stool softener and prunes juice for the baby. ഈ കാരണം കൊണ്ട് മദർ ബേബിക്ക്
സ്റ്റൂൾ സോഫ്റ്റ്നറും പ്രൂൺ ജ്യൂസും ഡിമാൻഡ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ആ ഒരു വന്ന സിറ്റുവേഷൻ. ആദ്യം അവർ വീട്ടിലുണ്ടായ ഒരു സിനാരിയോ പറഞ്ഞു, അത് കഴിഞ്ഞു അവർ വന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു. വന്നപ്പോൾ ഇന്നതൊക്കെ ആയിരുന്നു എന്നും അവർ ഇന്നതൊക്കെ കണ്ടു എന്നും നമ്മൾ പറഞ്ഞു. പിന്നെ it would be appreciated, last paragraph നമ്മുടെ റിക്വസ്റ്റ് പാരഗ്രാഫ്, it would be appreciated if you could provide referral to breastfeeding services and educate Miss Sylvia on how to increase breastfeed. It is important to guide her for the proper method of formula preparation with boiled and cooled water. നമ്മുടെ തേർഡ് റിക്വസ്റ്റ് ആണിത്. ഫസ്റ്റ് അവർ പറയുന്നുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കും, ഇൻക്രീസ് ബ്രസ്റ്റ് ഫീഡ്സ്, അത് പറയുന്നുണ്ട് എങ്ങനെ ആ ബ്രസ്റ്റ് ഫീഡ് ഇൻക്രീസ് ചെയ്യാനും. റെഫർ ടു ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് സർവീസ്, അത് പറഞ്ഞു. അപ്പൊ ഞാൻ അത് രണ്ടും കൂടി ഒരു ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒരു സെന്റൻസിനകത്ത് തന്നെ ആഡ് ചെയ്തു. പിന്നെ ആ ഫോമുല ടെക്നിക്കിന്റെ കൂടെ തന്നെ ഫോമുല പ്രിപ്പറേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോമുല പ്രിപ്പറേഷൻ, ഓക്കെ, ബോയിൽഡ് പ്രിപ്പറേഷൻ വിത്ത് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ, അതിനെക്കുറിച്ച് അവർക്ക് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാനും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൈൻഡ്ലി എൻകറേജ് ഡയലാൻസ് മദർ ടു കീപ് ദ ബേബി കൂൾ ഇൻ ഹോട്ട് വെതർ, അങ്ങനെ ഹോട്ട് വെതർ ആകുമ്പോഴത്തേക്ക് കൂളായിട്ട് വെക്കാനും പറയുന്നുണ്ട്. Please note that baby has appointment after 48 hours in a hospital. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ബേബിക്ക് അപ്പോയിൻമെന്റ് ഉണ്ടെന്നും നമ്മൾ അവരെ ഒന്ന് റിമെമ്പർ ചെയ്യിപ്പിക്കണമെന്ന് ഇവരോട് പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് റിക്വസ്റ്റ് പാരയിൽ എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞ് ഇഫ് യു ഹാവ് എനി ഫർദർ ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നഴ്സ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഏതാനുള്ള കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ നമുക്ക് പേരൊന്നും തന്നിട്ടില്ല, ലാക്ടേഷൻ കൺസൾട്ടന്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് എഴുതിയത്, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നഴ്സ്. എത്രയാണ് ഞാൻ ഈ ലെറ്ററിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ നമുക്ക് പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആക്കിയാണ്, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എഴുതിയ കേസ് നോട്ടുകൾ പറഞ്ഞോളൂ, നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് പർപ്പസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ടുഡേസ് സിറ്റുവേഷൻ, അതായത് പേഷ്യന്റ് ക്ലിനിക്കൽ പ്രസന്റ് ആയപ്പോൾ ഉള്ള സിറ്റുവേഷൻസ് ഫസ്റ്റ് പാരഗ്രാഫിൽ, അതായത് ദാറ്റ് മീൻസ് അതായത് ആഫ്റ്റർ ദി പർപ്പസ് കഴിഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ അങ്ങനെയും ചിലർ എഴുതാറുണ്ട്, അങ്ങനെ എഴുതാറുണ്ട്. ചില കേസുകളിൽ നമ്മൾ ആദ്യം വന്ന കാര്യം വെച്ച് പറഞ്ഞിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് പറയാണ്ട്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു സ്റ്റോറി പോലെ കാര്യങ്ങൾ പറയാനാണ്. ഞാൻ അത് ഫ്രം ദ ലെറ്റർ തൊട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു കാര്യം പറയുമ്പം അതൊരു സ്റ്റോറി, നേരത്തെ ഇന്നതെല്ലാം സംഭവിച്ചു, അതാണ് അവർ ഇന്ന് വരാനുണ്ടായ ഒരു കാരണം, ഇന്നതായിരുന്നു അവരുടെ വീട്ടിൽ. പിന്നെ നമ്മൾ ഇന്നത്തെ കാര്യം പറഞ്ഞിട്ട് പിന്നത്തെ കാര്യം പറയുന്നതിൽ ഒരു അപ്പൊ എത്രമാത്രം അത് കേൾക്കാൻ ഒരു ഇതുണ്ടാകും എന്നുള്ളത് എനിക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു സ്റ്റോറി പോലെ പറയാണ് ഇതൊക്കെ. പിന്നെ അതല്ല, നമ്മൾ ഒരു അർജന്റ് കേസ് പറയാണ് ഒരു ന്യൂറോളജിസ്റ്റിന്, ഐ മീൻ ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു കേസിനോട് ഒരു സ്പെഷ്യലിസ്റ്റിന് പറയാ, അത്ര എമർജൻസിയിൽ പേഷ്യന്റ് ലൈഫ് സേവിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്ക് സ്റ്റോറി പറയേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കേസിൽ അവർക്ക് ബാക്ക് സ്റ്റോറി അറിയണം. എന്തെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക്, പ്രത്യേകിച്ച് ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റിന് അമ്മയെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ബാക്കിൽ എന്താണെന്നും അമ്മയുടെ മെന്റാലിറ്റി എന്താണെന്നും നമ്മുടെ കൂടെയുള്ള, കാരണം ബ്രസ്റ്റ് ഫീഡിങ് നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സിന് അനുസരിച്ചിരിക്കും പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു സ്റ്റോറി വളരെ ഇമ്പോർട്ടന്റ് ആണ് ലാക്ടേഷൻ കൺസൾട്ടന്റിന്. അപ്പൊ അതനുസരിച്ച് പറഞ്ഞു പോയാൽ അവിടുന്ന് ലാക്ടേഷൻ കൺസൾട്ടന്റ് തുടങ്ങാന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല, ഒരു പേഷ്യന്റ് ഒരു ലൈഫ് സേവിങ് സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു അർജന്റ് റെഫറൽ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പേഷ്യന്റിനെ, ഒരു ട്രോമ പേഷ്യന്റിനെ റെഫർ ചെയ്യാം, അങ്ങനെ നമുക്ക് ഒരു ലെറ്റർ മേ ബി ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി സ്റ്റോറി ഒന്നും പറയാതെ ഡയറക്റ്റ് ആയിട്ട് അവരോട് പറയാണ് പേഷ്യന്റ് അർജന്റ് അസസ്മെന്റ് നീഡഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം.